الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ നിർബന്ധമായ ഒരു ഇബാദത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബഖറയിലെ 183 ആയത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നോമ്പ് നോൽക്കണം. ഇപ്പോൾ റമളാനിലെ നോമ്പ് നോറ്റാൽ നല്ല കാര്യം, കൂലി കിട്ടും എന്നല്ല, നോറ്റിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അതാണ് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം, ഇസ്ലാമിൻ്റെ ലാസ്റ്റ് എഡിഷൻ, ഏറ്റവും അവസാനത്തെ ഭാഗത്തിന് മാത്രമുള്ളതാണെന്ന് കരുതണ്ട. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. ഈ നിർബന്ധമായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് നോൽക്കുന്നത് എന്തിനു വേണ്ടിയാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ദോഷബാധയെ സൂക്ഷിക്കാൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ. അപ്പോൾ തഖ്വ അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ നോമ്പ് നമുക്കുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും സൂക്ഷ്മത നേടിയെടുത്ത്
സ്വർഗത്തിന് അർഹരായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഇബാദത്താണ്. ഈ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തർ സ്വയം തീരുമാനമെടുക്കുക. ഞാൻ കുറച്ച് നോമ്പൊക്കെ നോൽക്കും, കുറച്ച് നോക്കില്ല. അതാരാ തീരുമാനിച്ചത്? അവരവർ തന്നെ. ഞാൻ വെള്ളിയാഴ്ച നോൽക്കും, അല്ലെങ്കിൽ ഇന്ന് അവസാനത്തപ്പത്തിൽ നോൽക്കും. ഇങ്ങനെ തീരുമാനിക്കാൻ ആരാ? അങ്ങനെ ചില ആളുകൾ സമൂഹത്തിലുണ്ട്. അത് വളരെ ഗൗരവമാണ്. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്കും രോഗികൾക്കുമൊക്കെ നിർബന്ധമാക്കിയിട്ടില്ല. അത് പറഞ്ഞ ഉടനെ അവർ മറ്റൊരു ദിവസം നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനും കഴിയാത്തവർക്കാണ് ഫിദിയ കൊടുക്കണം. ഇസ്ലാം പ്രകൃതി മതമാണ്. ഒരാൾ പൂർണ്ണ രോഗിയായി കിടക്കുന്നു, ആ രോഗിയായി കിടക്കുന്ന ആൾ വീണ്ടും നോമ്പ് നോറ്റ് രോഗം വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. അതാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ, യാത്രക്കാരാണെങ്കിൽ മറ്റൊരു ദിവസം ആ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്നാൽ ആരോഗ്യമുള്ള സൗകര്യമുള്ള ആളുകൾ പട്ടിണി കിടക്കാനുള്ള മടി കൊണ്ട് നോമ്പ് നോൽക്കാതിരിക്കുന്നുവെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ നരകം ചോദിച്ചു വാങ്ങലാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു
സ്ഥാനത്തേക്കാളും മറ്റൊരു സ്വഹാബിക്ക് പരലോകത്ത് കുറച്ചുകൂടി ദറജ കിട്ടാനുള്ള കാരണം ആ വ്യക്തിക്ക് ഒരു റമദാൻ കൂടി കിട്ടി, ഒരു വർഷത്തെ നമസ്കാരം കൂടി കിട്ടി എന്നതാണ്. അപ്പോൾ 365 ദിവസവും നമ്മൾ നിർവഹിക്കേണ്ട നമസ്കാരമാകുന്ന ഇബാദത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പ്രതിഫലം, നോമ്പാകുന്ന ഇബാദത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പ്രതിഫലം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഈ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നമസ്കാരവും ഇതിലൂടെയൊക്കെ എന്താ നമുക്ക് നോക്കിക്കാണാൻ കഴിയണം. ആർക്ക്? എൻ്റെ പാപമോചനം എനിക്ക് നോക്കിക്കാണാൻ കഴിയണം. നമ്മുടെ ഓരോരുത്തരുടെയും പാപമോചനം നമുക്ക് നോക്കിക്കാണാൻ കഴിയും. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ 3 നോമ്പ് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന തിന്മ ഞാൻ ഒഴിവാക്കി, പടച്ചോനെ സ്വീകരിക്കണേ, അതിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുതേ എന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളും റബ്ബുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് പരിശുദ്ധ റമദാനിലൂടെ ഉണ്ടായിത്തീരേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലാണ് നമുക്ക് മനക്കുത്തുള്ളത്? നമ്മൾ നമ്മുടെ റഹ്മാനായ റഹീമായ വദൂദായ റബ്ബിനോട് രാത്രി സന്ദർഭങ്ങളിലും അല്ലാത്ത പ്രാർത്ഥനകളിലുമൊക്കെ നമ്മളിങ്ങനെ കൈ ഉയർത്തുമ്പോൾ, എടാ ആ തെറ്റ് നീ ഇപ്പോഴും ചെയ്യുന്നില്ലേ എന്ന് റബ്ബ് നമ്മോട് ചോദിക്കുന്നതായി നമുക്ക് തോന്നുന്ന തിന്മകൾ ഏതാണ്? പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലിസ്റ്റ് ചെയ്യണം. നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഭാര്യ കാണണ്ട, ഭർത്താവ് കാണണ്ട, ആരും കാണണ്ട. നമ്മൾ മാത്രമാണ് ഖബറിൽ. ഭാര്യ ഒപ്പം ഉണ്ടാവില്ല, ഉപ്പ ഒപ്പം ഉണ്ടാവില്ല, സുഹൃത്തുക്കൾ ആരും ഉണ്ടാവില്ല, ഒരു മന്ത്രി ഉണ്ടാവില്ല, ഒരാളും സഹായിക്കാനുണ്ടാവില്ല. ഖബറിൽ നമ്മൾ മാത്രം. എഴുന്നേറ്റ് റബ്ബിൻ്റെ വിളിയാളമുണ്ടായി കാഹളത്തിലെ ഊത്ത് കഴിഞ്ഞുള്ള യാത്രയിൽ, ആ പോക്കിൽ നമ്മൾ മാത്രം നഫ്സി എന്ന് എല്ലാവരും പറയുള്ളൂ. ആ ഒരു രംഗത്ത് നമുക്ക് രക്ഷപ്പെടണം. അതിനാണ് നമ്മുടെ പാപം നമ്മൾ ലിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഉദാഹരണമായി പുകവലി ഒരൊറ്റ ഉദാഹരണമാണ്. പുകവലിക്കുക എന്ന ഒരു ദോഷം നമ്മളിൽ ഉണ്ട് എന്ന് കരുതുക. ചില ആളുകളൊക്കെ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ സഫ് ഒന്ന് അടുത്തിരിക്കുക, ഒന്ന് കുറച്ച് പിന്നിലുള്ള ആൾക്കാർ ബാക്കിയുള്ള താഴെ പോകാം, കുറച്ചൊന്ന് അടുത്തിരിക്കാം. എല്ലാ സഫും പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തുക. പരമാവധി ആളുകൾ നേരിട്ട് കേൾക്കലാണല്ലോ നല്ലത്. അപ്പോൾ പുകവലി എന്ന് പറയുന്നൊരു ദോഷം നമ്മളിൽ ഉണ്ട് എന്ന് കരുതുക. ചില ആളുകൾ ഒരു കൈയിൽ ഈത്തപ്പഴവും മറുകഴിയിൽ ബീഡി അല്ലെങ്കിൽ സിഗരറ്റും എന്നതുപോലെ നോമ്പ് തുറക്കുന്ന ആൾക്കാരുണ്ട്. കാരണം സഹിച്ച് നിൽക്കുകയാണ്. നിക്കോട്ടിൻ എന്ന് പറയുന്ന നമുക്ക് പുകവലിയിലൂടെ നമുക്ക് അടിമത്തം നൽകുന്ന, അഡിക്ഷൻ നൽകുന്ന ഘടകമാണ് നിക്കോട്ടിൻ. മാരകമായ വിഷമാണ്. ആ വിഷാംശം ശരീരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും പുകവലിക്കാൻ, ആ പുകയില ഉപയോഗിക്കാൻ. പക്ഷേ നോമ്പിൻ്റെ ആ ഒരു ചൈതന്യം കൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കും. നോമ്പ് തുറന്നാൽ കുറക്കുക, ഒന്നങ്ങോട്ട് മാറിക്കും. ആ പുക അങ്ങോട്ട് വന്നാലേ മനുഷ്യന് ആശ്വാസം. മൂപ്പർക്ക് കാര്യമായ ഒരു ആശ്വാസം പുകവലിക്കുമ്പോഴാണ്. സഹോദരങ്ങളെ, ഇതൊരു രോഗമാണ്. നമ്മൾ അവരെ കുറ്റം പറയരുത്. അവർ രോഗികളാണ്. നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു വിഷാംശത്തിൻ്റെ രോഗികളാണ് പുകവലിക്കുന്നവർ. അത് പുകവലിക്കുന്നവർ മനസ്സിലാകണം ഞാനൊരു രോഗിയാണ്. വേറുള്ളവരും മനസ്സിലാക്കണം എൻ്റെ ഉപ്പൊരു രോഗിയാണ്, എൻ്റെ മോനൊരു രോഗിയാണ്. രോഗിയോട് പെരുമാറുന്ന പോലെ പെരുമാറണം. അഥവാ ആ രോഗം മാറാൻ എന്താണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്? ചീത്ത പറയലല്ല. ഞാൻ ദ്വാരക്ക് നിങ്ങളൊന്ന് ആഗ്രഹിച്ചു നോക്കി എന്ന് പറഞ്ഞ് സ്നേഹത്തിലൂടെ ആ അത് ഒഴിവാക്കാൻ പറ്റിയ സമയമാണിത്. ഏതായാലും ചെയിൻ സ്മോക്കിംഗ് ഒക്കെ പകൽ നിന്നല്ലോ, ഇനി ആ മഗ്രിബ് മുതൽ സുബഹി വരെയും കൂടി അങ്ങോട്ട് നിന്ന് കിട്ടിയാൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിയും സഹോദരങ്ങളെ, കഴിയും. റബ്ബ് ഹറാമാന്ന് പറഞ്ഞപ്പോൾ ആ മുറുക്കലും എല്ലാം നമ്മൾ നിർത്തിയില്ലേ പകൽ സമയത്ത്? അതിൻ്റെ അർത്ഥം എന്താ? പടച്ചോ ഹറാമാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ് എന്നാണ്. ആ റെഡിയിൽ റമദാനിൽ വലിയ പ്രാധാന്യമായ റമദാൻ്റെ രാത്രികൾക്കുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി. എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നരകമോചനം നൽകും. അപ്പോൾ ആ രാത്രിയിലാണ് പിന്നെ കൊണ്ടുവച്ച് പുകവലിക്കുന്നത്. അതേപോലെ മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും ഒന്നുമായി നമുക്ക് ബന്ധമുണ്ടോ? മദ്യവുമായി നമുക്ക് ബന്ധമുണ്ടോ? എങ്കിൽ അത് അവസാനിപ്പിക്കാൻ പറ്റിയ സമയം റമദാൻ വരെയല്ല, പെരുന്നാളിന് സ്റ്റാർട്ട് ചെയ്യാനുമല്ല.
അപ്പോൾ പിന്നെ റമളാൻ ആകുന്നില്ല. അത് റമളാനിനെ പരിഹസിക്കലായി മാറും. റമളാൻ ബാക്കി 11 മാസക്കാലത്തേക്ക് കൂടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മയക്കുമരുന്ന് കുത്തിവെക്കില്ല ഞാൻ. എന്തേ കാര്യം? റമളാനാണ്. അതാണ് കാരണം. മദ്യപിക്കില്ല, കാരണം റമളാനാണ്. എന്നാൽ പെരുന്നാൾ വരുമ്പോൾ ചില സ്ഥലത്ത് ബ്ലോക്കുകൾ വരുന്നു. അപ്പോൾ 2 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ ബ്ലോക്ക് ശക്തമായി. അപ്പോൾ എന്താ വിഷയം? മദ്യപിച്ച മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് നോമ്പ് കൊണ്ട് ഒന്നും കിട്ടിയില്ല. അവർ എല്ലാ ഫൈനും പെരുന്നാളിന് വീട്ടാണ് മദ്യപിച്ചുകൊണ്ട്. ഇസ്ലാമും മനസ്സിലായിട്ടില്ല, നോമ്പും മനസ്സിലായിട്ടില്ല, പെരുന്നാളും മനസ്സിലായിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, ആഗ്രഹിക്കുക. നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന, സ്കിപ്പ് ചെയ്യേണ്ട ഒന്നല്ല. അത് അവിടെ തങ്ങി നിൽക്കണം. നമ്മളിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടപടിക്രമങ്ങളിൽ, തെറ്റുകളിൽ മുഴുകിച്ചേർന്ന് ആ തെറ്റിനെ ഇല്ലാതാക്കി എന്തൊക്കെ നന്മകളാണോ വരേണ്ടത് അത് വരണം. എന്തൊക്കെയാണോ എടുത്തൊഴിവാക്കേണ്ടത് അതൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറുകയുള്ളൂ എന്നതാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും നോമ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തു പോയ ആളുകൾക്ക് ഏതായാലും ഞാൻ രക്ഷപ്പെടില്ല, സ്വന്തം അങ്ങോട്ട് തീരുമാനിക്കും, ഞാൻ രക്ഷപ്പെടില്ല. ആ ചിന്ത തെറ്റാണ്. നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ റബ്ബ് അതിന് മാത്രം കാരുണ്യവാനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് മുഹമ്മദ് നബി അങ്ങ് പറയണം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? പടച്ചോനല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും പാപമോചനം തേടുന്നവരുമുണ്ട്. അവരോടുള്ള ചോദ്യമാണ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? ആ റബ്ബുണ്ട്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നു. ഒരു കൊലപാതകം സംഭവിച്ചു പോയി. ആ കൊലപാതകവും ചെയ്തിട്ടാണ് വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പരിഹാരം വേണമല്ലേ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മയെ ഹിദ്മത്ത് ചെയ്യുക. കൊലപാതകത്തിൻ്റെ ആ പാപമോചനത്തിൻ്റെ ഭാഗമായി വിനയം കെട്ടാൻ പ്രിയപ്പെട്ട ഉമ്മക്ക് സേവനം ചെയ്യാൻ നിർദ്ദേശിക്കാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉമ്മ മരണപ്പെട്ടു പോയി എന്ന്. അപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നീ ധാരാളം നന്മ ചെയ്യുക, ധാരാളം നന്മ ചെയ്യുക. നമ്മുടെ ആളുകളുടെ മനസ്സും ഇത് നമ്മൾ വ്യത്യാസം ആലോചിച്ചൊക്കെ. ഞാൻ ഏതായാലും കുറേ തെറ്റ് ചെയ്തു പോയി, ഇനി നന്നാവില്ല, ഇനി ചെയ്തിട്ട്, അങ്ങനെയല്ല പറഞ്ഞത്. നീ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ, ഇനി നോക്കി നിൽക്കണ്ട, ചെയ്തോ, അങ്ങോട്ട് ചെയ്തോ അമൽ. ഈ മനസ്സാണ് ഉണ്ടാകേണ്ടത്. കുറേ തെറ്റുകൾ ചെയ്തു പോയാൽ തെറ്റാവർത്തിക്കുകയും ഇവിടെ നന്മ വർദ്ധിപ്പിക്കുകയല്ല, തെറ്റ് നിർത്തുകയും നമ്മുടെ ജീവിതത്തിൽ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. സഹോദരി സഹോദരന്മാരെ, ദീനുമായി ബന്ധപ്പെട്ട ഈ ഇബാദത്തിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരങ്ങളെ, എല്ലാ അമലുകളും റബ്ബ് സ്വീകരിക്കണമെങ്കിൽ 3 കണ്ടീഷനുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി അതിൻ്റേതായ പ്രവർത്തനം നടത്തുകയും ആ വ്യക്തി വിശ്വാസിയാവുകയും ചെയ്താൽ അവൻ്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയോടുകൂടി സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഒന്ന് നിയ്യത്താണ്. എന്താണ് ഇന്ന് ജുമഅക്ക് വന്നതിൻ്റെ ഉദ്ദേശ്യം? പുറത്തുനിന്ന മനുഷ്യന്മാർ പറയില്ലെന്നാണോ? അതല്ല വേണ്ടത്. ഇത് ജുമഅയാണ്, ഇതെനിക്ക് നിർബന്ധമാണ്. 3 ജുമഅക്ക് പങ്കെടുത്തില്ലെങ്കിൽ കട്ടിയായി പോകും മനസ്സെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ
ജുമ കൊണ്ടുള്ള ഗുണങ്ങൾ എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ജുമയ്ക്ക് വന്നാൽ നിയ്യത്ത് ശരിയായി. അതേപോലെ നോമ്പ്, നിയ്യത്തില്ലാതെ നോമ്പില്ല. ഇന്നമൽ അമാലു ബിന്നിയ്യ, എല്ലാ ഓരോ പ്രവർത്തനവും നിയ്യത്തനുസരിച്ചാണ്. അതുകൊണ്ട് നിയ്യത്ത് നമുക്ക് വേണം. എന്താണ് നിയ്യത്ത്? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞ് ചെയ്യുക എന്നതാണ്. ഒരു അയൽപക്കക്കാരൻ പറഞ്ഞു, ഒരു പാമ്പ് അവിടെയുണ്ട്, ഒന്ന് സഹായിക്കണം. എങ്ങനെയാണ് നമ്മൾ സഹായിക്കുക? അപ്പോൾ നമുക്ക് പല ഏർപ്പാടുണ്ടാവും. പക്ഷേ അയൽവാസിയാണ് പറഞ്ഞത്. അയൽവാസിയുമായുള്ള ബന്ധം പ്രധാനമാണല്ലോ. പടച്ചോനെ, കൂലി തരണേ എന്ന മനസ്സോടുകൂടിയാണ് ആ പാമ്പിനെ അടിച്ചു കൊല്ലുന്നത്. അവിടെ പോയി അയൽവാസി പറഞ്ഞതുകൊണ്ട് ഈ പാമ്പിനെ പടച്ചോൻ്റെ പ്രീതി ഉദ്ദേശിച്ചപ്പോൾ പാമ്പ് പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത് അവിടെ ആ നിയ്യത്ത് പറഞ്ഞ് ചെയ്യുക എന്നത് അവിടെ ഇല്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നബൈതു സൗമ ഇതിൻ ഇങ്ങനൊരു ഹദീസുണ്ടോ? ചെല്ലുന്ന ആൾക്കാർ ഹദീസില്ല. സ്വഹാബത്ത് ചെയ്തിട്ടില്ല. പിന്നെന്താ, ആൾക്കാരോട് മറന്നു പോവില്ലേ? അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അമൽ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ സത്യസന്ധമായി നമുക്കിഷ്ടപ്പെട്ട ഒരു സ്വകാര്യം, ഇങ്ങനെ ഈ നബൈതു സൗമൈദ് എന്നുള്ള റസൂലുള്ള പറഞ്ഞിരുന്നോ? സ്വഹാബത്ത് പറഞ്ഞിരുന്നോ? സത്യസന്ധമായി പറയുന്ന എല്ലാ ആലിമീങ്ങളും പറയും ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, നിയ്യത്ത് മറന്നു പോകാതിരിക്കാനല്ലേ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വാപ്പർ എല്ലാവരും നിയ്യത്ത് വെക്കണേ, നിയ്യത്ത് മറന്നു പോകരുതേ, അതിങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഒരു കാര്യം സാധ്യമാകാൻ വേണ്ടി പുതിയൊരു രീതി നമുക്കുണ്ടാക്കിക്കൂടാ. അതുകൊണ്ട് തന്നെ സുബഹിക്ക് മുമ്പ് നോമ്പിന് നിയ്യത്ത് വെക്കുക ബോധപൂർവമാണ് ആ ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം അത്താഴമാണ്. സഹോദരീ സഹോദരന്മാരെ, നമുക്ക് റബ്ബിൻ്റെ ഭാഗത്ത് വലിയ ബറക്കത്ത് കിട്ടാൻ കാരണമായി തീരുന്നതാണ് അത്താഴം എന്ന് പറയുന്നത്. ഇന്ന ഫിസ് സുഹൂരി ബറക്ക. നിങ്ങൾ അത്താഴം കഴിക്കുവീൻ, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ. അപ്പോൾ റസൂലുള്ളാഹിയുടെ ആഹ്വാനാണെന്ത്? അത്താഴം. അപ്പോൾ അത് സുന്നത്തായി. ചില ആളുകൾ പറയും, ഞാൻ 12 മണിക്ക് നന്നായി ഒറ്റക്കിടത്താം, പിന്നെ ആ സുബൈക്ക് എണീക്കുക, ഞാൻ നിയ്യത്ത് വെച്ചേക്കും. അത് ജൂതന്മാരുടെ നോമ്പാണ്. ജൂതന്മാരുടെ നോമ്പിന് അത്താഴമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ചവെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്താഴ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആ വെള്ളത്തിൽ, ആ ഭക്ഷണത്തിൽ റബ്ബ് പ്രത്യേകം ബറക്കത്ത് വെച്ചിരിക്കുന്നു. ആ നിയ്യത്തോടു കൂടിയാണ് നമ്മൾ. ഇനി അത്താഴം എപ്പോഴാണ് കഴിക്കേണ്ടത്? നമ്മളിങ്ങനെ ഗവേഷണം നടത്തേണ്ട കാര്യമല്ല. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിനും സുബഹി ബാങ്കിനും ഇടയ്ക്ക് 50 ആയ 50 ആയത്ത്, ഒരു 50 ആയത്ത് ഖുർആൻ ഓതുമ്പോൾ വാച്ചിൽ നോക്കുക. ആ 50 ആയത്ത് തീരുമ്പോൾ വീണ്ടും വാച്ചിൽക്ക് നോക്കുക. എത്ര സമയം ഉണ്ടാവും? അത്ര സമയം. അതാണ് ബാങ്കിനും അത്താഴത്തിനും ഇടയ്ക്ക് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്യാപ്പ്. ഒരാൾ ഉറങ്ങിപ്പോയി, പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ബാങ്കിന് 5 മിനിറ്റേ ഉള്ളൂ എങ്കിൽ ആ 5 മിനിറ്റിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൻ്റെ സമയമാകുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതല്ല, നേരത്തെ നമ്മൾ എഴുന്നേറ്റെങ്കിൽ ആ ഒരു 50 ആയത്തിൻ്റെ ഗ്യാപ്പ് പുലർത്തുന്നത് നല്ലതാണ് എന്നർത്ഥം. അതുകൊണ്ട് അത്താഴം കഴിക്കണം. അത്താഴം സുന്നത്താണ്. അത്താഴത്തിൽ പ്രത്യേകമായ ബറക്കത്തുണ്ട് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്ന് നോമ്പിൻ്റെ പ്ലാനിങ് ആണ്. നോമ്പിന് പ്രത്യേകിച്ച് ഒരു ഇബാദത്തുമില്ല. നോമ്പുണ്ട് എന്ന് ഒഴിച്ചാൽ, രാത്രി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്നതൊഴിച്ചാൽ, അവസാനത്തെ 10 ഇഅ്തികാഫ് ഉണ്ട് എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇബാദത്തും നോമ്പിന് പ്രത്യേകമായിട്ടില്ല. ഖുർആൻ എല്ലാ കാലത്തും ഉണ്ട്, നിസ്കാരം എല്ലാ കാലത്തും ഉണ്ട്, ദിക്റുകൾ എല്ലാ കാലത്തും ഉണ്ട്, സ്വലാത്തുകൾ എല്ലാ കാലത്തും ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ബോധപൂർവം പരിശ്രമിക്കുന്നു, ചെയ്യുന്നു എന്ന് മാത്രം. ആ വഴിയൊന്ന് താഴോട്ട് പോകാനുള്ള വഴിയൊന്ന് കുട്ടികളൊന്നും എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാനുള്ളൊരു വഴി വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, നല്ലൊരു പ്ലാൻ വേണം. ഏതാനും ചില കാര്യങ്ങൾ ഒരു ഉദാഹരണമായി പറയാം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടും. കാരണം അത്താഴം കഴിച്ച് രാത്രി ക്ഷീണം വെച്ച് ഒന്ന് ഉറങ്ങിയാൽ ഒരു പക്ഷേ നോമ്പല്ലാത്ത കാലത്ത് നമ്മൾ നമസ്കരിക്കുന്നതിനേക്കാളും വൈകി നോമ്പിന് നമസ്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അത്താഴം കഴിഞ്ഞാൽ ഉറങ്ങാതിരുന്നാലോ? അത്താഴം കഴിഞ്ഞാൽ ഉറങ്ങൽ ഹറാമാകുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ സാഹചര്യങ്ങൾ വരാലോ. പക്ഷേ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാതിരിക്കലാണ് പലപ്പോഴും സുബഹ് ജമാഅത്ത് കൃത്യമായി കിട്ടാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പാരായണം നമുക്കറിയാം.
നമ്മൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്താണ് പള്ളിയിലേക്ക് പോകേണ്ടത്. അതാണ് സുന്നത്ത്. മിസ്വാക്ക് ചെയ്യണം. വീട്ടിൽ നിന്നാണ് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കൽ സുന്നത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ നമ്മളും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. ഭാര്യയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തിനാണ് ആ സീറ്റ് കാലിയാക്കിയത്? എന്തുകൊണ്ട് നമ്മുടെ ഭാര്യയെ പള്ളിയിലേക്ക് കൂട്ടിക്കൂടാ? വെള്ളിയാഴ്ച മാത്രമാണോ സ്ത്രീകൾക്ക് പള്ളിയിൽ വരേണ്ടത്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ള ഏർപ്പാടാക്കിയൊരു വാതിലുണ്ട്, ബാബുന്നിസാ, സ്ത്രീകളുടെ വാതിൽ. ഹറമിൽ അതില്ല, മക്കത്തത് സാധ്യമല്ല. തവാഫ് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം സ്ത്രീകളെ വേർതിരിക്കൽ വലിയ പ്രയാസമാണ്. എന്നാൽ റസൂലുള്ള നിർമ്മിച്ച പള്ളി, റസൂലുള്ള നേരത്തെ പണമുണ്ടാക്കി പോയ പള്ളി, അവിടുത്തെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ പള്ളി, സ്വഹാബത്തിൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ പള്ളി, 1000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളി, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട മയ്യത്ത് ആ പള്ളിയുടെ തൊട്ടടുത്ത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. കാരണം അമ്പിയാക്കന്മാർ എവിടെ വെച്ച് വഫാത്തായോ അവിടെയാണ് ഖബർ. മദീനത്ത് പോകുമ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് നമ്മൾ പോകും. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലിന് സലാം പറയും. ആ മദീനത്തെ പള്ളിയിൽ അന്ന് റസൂലുള്ള ഏർപ്പാട് ചെയ്തതാണ് ബാബുന്നിസാ. കുന്ന നിസാ ഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ ഇരുട്ടുകൊണ്ട് അവരെ കാണുമായിരുന്നില്ല. അത്രയും പെട്ടെന്ന് അവർ പിരിഞ്ഞു പോകും. അപ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? ആ തർക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, യാത്രക്കാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം മാറി. അതൊന്നും ഇവിടെ ചർച്ചയേ അല്ല. പക്ഷേ നമുക്കിപ്പോഴും ആയിട്ടില്ല. ഈ ഖുതുബ സഹോദര, ഈ ഖുതുബ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങൾ കേൾക്കണോ വേണ്ടേ? നമ്മുടെ ഭാര്യയും ഉമ്മയും നമ്മുടെ മകളും കേൾക്കണോ കേൾക്കണ്ടേ? അപ്പോൾ പരിശുദ്ധ റമളാനിൽ എന്തുകൊണ്ട് മറ്റ് അസൗകര്യങ്ങളില്ലാത്ത സ്ത്രീകൾ? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, ജുമഅ ദിവസം സ്ത്രീകൾ പെട്ടെന്ന് ജുമഅ നിസ്കരിക്കരുത്. അതിനവിടുന്ന് പറഞ്ഞ കാരണം അവർക്ക് ജുമഅക്ക് പോകാനുള്ള തടസ്സം മാറിക്കിട്ടിയാലോ. അപ്പോൾ അവർക്ക് ജുമഅക്ക് അവസാനമെങ്കിലും എത്താം. അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് മഹാന്മാരായ ഇമാമിങ്ങൾ സ്ത്രീകളുടെ ജുമഅ ജമാഅത്തിനെ കണ്ടു. എന്നാൽ നിർബന്ധമായി ആരെയും കൊണ്ടുവരേണ്ടതില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്. അപ്പോൾ അതുകൊണ്ട് നാമും നമ്മുടെ കുടുംബവും പള്ളിയുമായുള്ള അഭേദ്യമായ ബന്ധം വെച്ചു പുലർത്താൻ വളരെ ബോധപൂർവം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നോമ്പ് തുറക്കുന്നത്, നോമ്പിൻ്റെ പ്ലാനിങ് അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ എപ്പോൾ എങ്ങനെ എത്ര പാരായണം ചെയ്യണം എന്നത് കൃത്യമായ രൂപം നമുക്കുണ്ടാകണം. ഒരാൾ കണ്ണൂരിൽ ജോലി ചെയ്യുന്നു, വീട് കോഴിക്കോടാണ്, സീസൺ ടിക്കറ്റിലാണ് വരുന്നത്. ട്രെയിനിൽ എന്താണ് പണി? കാസർഗോഡ് നിന്ന് പയ്യന്നൂരിൽ നിന്ന് ബസ്സിലാണ് കണ്ണൂരിൽ വരുന്നത്. എന്താണ് ബസ്സിൽ പണി? പുറത്തൊക്കെ നോക്കി നിൽക്കുക, കണ്ടതങ്ങ് വീണ്ടും കാണുക. ആ പണി, ആ വീട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയില്ലേ, ഇവരൊന്നും കാണുന്ന വീടാണ്. ഇങ്ങനെ വെറുതെ സമയം. അപ്പോൾ നമുക്ക് ഒരു ജുസ് ഓതി തീർത്തൂടെ? മൊബൈലിൽ ഖുർആനില്ലേ? രാവിലത്തെ ദിക്ർ, 20ഓളം ദിക്റുകൾ സഹോദരി സഹോദരന്മാരെ രാവിലെ ഉണ്ട്, വൈകുന്നേരവും ഉണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിക്കണ്ടേ നമുക്ക്? അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യഥാസ്ഥാനത്ത് ചെയ്യാൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഭക്ഷണത്തെ നിയന്ത്രിക്കുക. അത്താഴം എന്നത് പകൽ മുഴുവൻ പട്ടിണിക്കുള്ള പരിഹാരമല്ല. അല്പം ഭക്ഷണം കഴിച്ചാൽ മതി. സുബഹ് ജമാഅത്തിനെ ബാധിക്കുന്ന, ഖുർആനോത്തിനെ ബാധിക്കുന്നത് വേണ്ട. നോമ്പ് തുറ, ചില ആളുകൾക്ക് നോമ്പ് തുറ കാരണത്താൽ പ്രയാസമുണ്ടാകും. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ പ്രയാസമാകും. അതുകൊണ്ട് അവിടെയും ഭക്ഷണത്തെ നിയന്ത്രിക്കുക. അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം ആവശ്യമുണ്ട്. തറാവീഹിന് പോവാന്നുള്ള വാക്ക് നിർത്തുക. ഇശാക്ക് പോവുക. ഇശയാണ് ഒന്നാം സ്ഥാനം. ഇശ ഫർളാണ്. തറാവീഹ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒരു പള്ളിയിൽ ഇശാക്ക് 2 സഫ്, തറാവീഹിന് 6 സഫ്. എന്തോ ഒരു പ്രാധാന്യക്കുറവ് അവിടെയുണ്ട്. പരീക്ഷാ ഹാളിൽ SSLC പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ സമയം വൈകി അവിടെ എത്തുമോ? ഇല്ല. എങ്കിൽ നമ്മൾ വിചാരിച്ചാൽ സമയത്ത് തന്നെ ഇശാക്ക് എത്താൻ കഴിയും. വേറെ ചിലർ വീട്ടിൽ പോയാലേ നോമ്പ് തുറ ശരിയാവും. അത് പ്രമാണിച്ച് മഗ്‌രിബ് ജമാഅത്ത് പോയി. എല്ലാ കാലത്തും മഗ്‌രിബ് നിസ്കരിക്കുന്നത് ചില മനുഷ്യന്മാർക്ക് നോമ്പ് പ്രമാണിച്ച് മഗ്‌രിബ് ജമാഅത്തില്ല.
ആരാ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്? നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം മതി. ഈത്തപ്പഴം കഴിക്കുന്നു, സുന്ദരമായി നമ്മൾ മൗലിക ജമാഅത്തിൽ പങ്കെടുക്കുന്നു, എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പള്ളിയിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആലോചിച്ച്, കുടുംബവുമായി ആലോചിച്ച്, ഇനി പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം, അത് അവസാനത്തെ 10ലേക്ക് കാത്തു നിൽക്കണ്ട, പെട്ടെന്ന് എടുത്തേക്കുക. അല്ലെങ്കിൽ നമ്മൾ 25-ാം രാവിലെ മലക്കിറങ്ങുമ്പോൾ നമ്മളുണ്ടാവുക ടെക്സ്റ്റൈൽസിലായിരിക്കും. അന്ന് അത് പ്രമാണിച്ച് നമുക്ക് ഇശ ജമാഅത്ത് പോകും. അതുകൊണ്ട് സഹോദരി, ചില സൂചനകൾ മാത്രം. നമുക്കൊരു പ്ലാൻ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കൊരു പ്ലാൻ നോമ്പിനുണ്ടാകണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മാസപ്പിറവി നോക്കാൻ ആവശ്യപ്പെട്ടിട്ട് 1 മണിക്കൂറോളം ആകാം. ഇന്ന് ഷഅബാൻ 28 എങ്ങനെ നമ്മൾ റജബ് നോക്കി എല്ലാ മാസവും നോക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം കണ്ടില്ല, അതുകൊണ്ട് റജബ് പൂർത്തിയാക്കി. ഇന്ന് ഷഅബാൻ 28. അപ്പോൾ നാളെ മാസം നോക്കുന്ന 1 മണിക്കൂറിലധികം ഉള്ളതുകൊണ്ട് മിക്കവാറും ഞായറാഴ്ച നോമ്പാകുമെന്ന് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, റമളാനിന് വേണ്ടി, റമളാനിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി പ്രവേശിക്കാൻ വേണ്ടി, നമ്മുടെ തിന്മകളെ റമളാനിൽ ഉപേക്ഷിച്ച് ശവ്വാലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ കാര്യത്തിലുള്ള ദുആയാണ് ഒന്നാമതായി വരേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട്